വിദുര്യാദയുടെ എന്ന് പറയുന്നത് തിലകനും ജയഭാരതിയും ഒക്കെ അഭിനയിച്ചത്, മല്ലിക സുമനും ഒക്കെ അഭിനയിച്ചത്. അതിന്റെ തുടർച്ചയല്ല. അപ്പൊ അതിനേക്കാൾ നല്ലൊരു സീരിയൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ തിലകൻ ചേട്ടനും ജയഭാരതി ചേച്ചി ഇല്ലെങ്കിലും അതിന് തത്തുല്യരായ ബഹുമാനമുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് ബാലമാഷിന് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. ആദ്യം മാഷ് പറയട്ടെ. ക്യാരക്ടറിന് അങ്ങനെ തന്നെയാണോ? അത് കണ്ടറിയോ? ഞാൻ അത്ര വലിയൊരു എന്താ പറയാ പരസ്പരമായ ഐക്യമുള്ള ആൾക്കാർ. സീരിയലിന്റെ ഫസ്റ്റ് കോള് വന്നപ്പം 2 പേർക്കാണെങ്കിലും KK രാജീവ് എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് അറ്റൻഷൻ ആണല്ലേ? തീർച്ചയായും അതൊരു ഡ്രീം അല്ലേ? എന്റെ ഭഗവാൻ സത്യം. സൂര്യ ടിവിയിൽ നമ്മൾ വേറെ പരമ്പരകൾ ചെയ്ത് മറ്റു പല ചാനൽ എത്രയോ വർഷം കാത്തിരുന്നത് രാജീവേട്ടനോട് വർക്ക് ചെയ്യുക. അതൊരു പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ആരംഭിക്കാൻ പോകുന്ന പെയ്തൊഴിയാതെ സീരിയലിലെ 3 ഗംഭീര ഗസ്റ്റുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. അതിൽ 2 പേരെന്ന് പറയുന്നത് അടിപൊളി ആർട്ടിസ്റ്റുകളാണ്. മലയാളി പ്രേക്ഷകർക്ക്, സീരിയൽ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേര്. പൊതുവേ നമ്മൾ സീരിയൽ കാണുമ്പം ഈ ചെയ്ത ക്യാരക്ടറിൻ്റെ പുറത്ത് നമ്മൾ ആൾക്കാർ ഓർത്ത് വെക്കാറുണ്ട്. പക്ഷേ ഇവരെ നമുക്കങ്ങനെ ഒരു ക്യാരക്ടറിൽ ഒതുക്കി വെക്കാൻ പറ്റില്ല. കാര്യം ഒരുപാട് സീരിയലുകളിൽ ഗംഭീര ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ കൂടെയുള്ള ആളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മലയാളം സീരിയലിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിയ ഒരു ഡയറക്ടറാണ്. ആളുടെ പേര് തന്നെയാണ് ആൾ ചെയ്യുന്ന സീരിയലിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷത്തോടെ ലെറ്റ് മീ വെൽക്കം KK രാജീവ് സാർ, മുകുന്ദൻ മേനോൻ സാർ ആൻഡ് തുമ ചേച്ചി. വെൽക്കം ടു ദി ഷോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഇൻ്റർവ്യൂ ആണിത് ശരിക്കും. കാര്യം എൻ്റെ അമ്മയും അമ്മമ്മയ്ക്കും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള 3 പേരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാനങ്ങനെ സീരിയൽ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും ഒരു KK രാജീവ് പരമ്പര എന്നുള്ളത് ഭയങ്കര പണ്ടേ മനസ്സിൽ ഉള്ളൊരു ഡയലോഗാണ്, ഒരു ടാഗ് ലൈനാണ്. അപ്പോൾ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഓക്കെ, സുഖമല്ലേ എല്ലാവർക്കും? ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് സൂര്യയിലെ പെയ്തൊഴിയാതെ സീരിയലാണ്. നമ്മൾ പ്രൊമോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഈ സീരിയൽ ഓൾ അബൌട്ട്? അത് ആത്യന്തികമായിട്ട് പറയേണ്ടതാണ് രാജീവ് സാർ തന്നെ ഇരുത്തിയിരിക്കുന്നത്. പെയ്തൊഴിയാതെ എന്ന പേരിലെ ഒരു സീരിയൽ നേരത്തെ സൂര്യ ടിവിയിൽ വന്നത്. അപ്പോൾ എല്ലാവരും ഇതിന്റെ പ്രമോ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിക്കുന്നത് പെയ്തൊഴിയാതെയുടെ തുടർച്ചയാണോ, സെക്കൻഡ് പാർട്ടാണോ? സെക്കൻഡ് പാർട്ടാണോ? ഒരുപാട് എൻക്വയറി ചെയ്തു. ആക്ച്വലി അതിനുള്ള മറുപടി ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. വിദുര്യാദയുടെ എന്ന് പറയുന്നത് തിലകനും ജയഭാരതിയും ഒക്കെ അഭിനയിച്ചത്, മല്ലിക സുമനും ഒക്കെ അഭിനയിച്ചത് വളരെ ഹിറ്റായിരുന്ന സൂര്യയിലെ നല്ലൊരു സീരിയലായിരുന്നു. അതിന്റെ തുടർച്ചയല്ല എൻ്റെ. അപ്പൊ അതിനേക്കാൾ നല്ലൊരു സീരിയൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങളൊരു തിലകൻ ചേട്ടനും ജയഭാരതി ചേച്ചി ഇല്ലെങ്കിലും അതിന് തത്തുല്യരായ ഇരിക്കുന്നുണ്ട്. അപ്പം കഥയിൽ അതുമായ ഒരുപാട് വ്യത്യാസമുള്ള ഒരു സ്റ്റോറിയാണ്. കുറച്ചുകൂടി പുതിയ കാലത്തിന് പറയാൻ പറ്റുന്ന ഒരു കഥയാണ് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. ഓൾറെഡി സാറ് ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരു സീരിയലിന്റെ പേര് വെച്ച് തന്നെ പുതിയൊരു അറ്റംപ്റ്റ് നടത്തുമ്പം അതിലൊരു റിസ്ക് ഫാക്ടർ ഇല്ലേ? കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിന് ആൻസർ കൂടി കൊടുക്കണം. അപ്പൊ അതിന് മറുപടി എന്ന് പറഞ്ഞാൽ അതല്ല, അതിന്റെ തുടർച്ചയല്ല എന്നുള്ളത് നമ്മൾ ആദ്യത്തെ മറുപടിയാണ്. പക്ഷേ അത് ആ പീരീഡിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ 26 വർഷത്തിന് മുൻപാണ് ആ സീരിയൽ ചെയ്തത്. അതെ, നിങ്ങളൊക്കെ ജനിച്ചു കാണും? ഇല്ല, ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് 2 കൊല്ലം കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ആ പീരീഡും ഇപ്പോഴുണ്ടായ പീരീഡും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് സീരിയലിലും ഉണ്ടായിരിക്കാം, നമ്മൾ ചെയ്യുന്ന വർക്കിലും ഉണ്ടാവാം. അത് തന്നെയാണ് ഈ പറഞ്ഞ ഒരു ചലഞ്ച്. ഉറപ്പായിട്ടും പുതിയ കാലത്തിൽ പുതിയ ഓഡിയൻസിനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അതെങ്ങനെ പുതിയ രീതിയിൽ പറയാം എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. അതാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ 2 പേരുടെയും ക്യാരക്ടറിനെ പറ്റിയിട്ട് ഞങ്ങൾ പ്രൊമോ കണ്ടിട്ടുണ്ട്, കുറച്ച് ഐഡിയ ഒക്കെ കിട്ടി. എങ്കിലും അതിനപ്പുറത്തേക്ക് ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പറയുമോ? ബഹുമാനമുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് ബാലമാഷിന് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. ആദ്യം മാഷ് പറയട്ടെ. ക്യാരക്ടറിന് അങ്ങനെ തന്നെയാണോ? അത് കണ്ടറിയോ? ഞാൻ അത്ര വലിയൊരു എന്താ പറയാ പരസ്പരമായ ഐക്യമുള്ള ആൾക്കാരൊന്നല്ല കഥാപാത്രപരമായി. ബാലമാഷ് പൊതുവെ അയാളെ വളരെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കും, ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയും അത് പുറത്തേക്ക് അധികം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അയാൾ വളരെ
നിസ്വാർത്ഥനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരാളാണെന്നാണ് വിശ്വസിക്കുന്നത്. അതെ. അപ്പോൾ അത് പക്ഷേ അയാളുടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങള് മരിച്ചുപോയി. പെങ്ങളുടെ മകള് ചാരുവുണ്ട്. അപ്പോൾ ചാരുവിന് ഒരു 1ാം സ്ഥാനം കൊടുക്കേണ്ടി വരുന്നതാണ് ഇവിടെ പലപ്പോഴും വരുന്ന ഇഷ്യൂ. അവിടെയാണ് ചാരുവാണ് നായിക. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ചോദിച്ച ചോദ്യം? മനസ്സിലായി. മാഷ് പറഞ്ഞതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. മാഷ് എല്ലാ വീട്ടിലെയും ഒരു 60% ഭാര്യമാർക്കും സ്വന്തം ഭർത്താവിനോട് ഒരല്പ സ്വാർത്ഥതയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അല്ലേ രാജേട്ടാ? അപ്പം അത് വൈരാഗ്യ ദേഷ്യമല്ല, സ്നേഹം കൊണ്ടുണ്ടാവുന്ന സ്വാർത്ഥത. നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം മക്കളോട് പോലും പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്നേഹം കൊണ്ട് സ്വാർത്ഥത തോന്നും. അതാണ് ഇങ്ങനെ വളർന്ന് വല്ലാത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുക. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ് രാജീവേട്ടൻ എന്നോട് പഠിപ്പിച്ചു തന്നെ എന്നെ. പക്ഷേ അതിലൊരു സ്വാർത്ഥത എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെ ഒരു എന്താ പൊസസീവ്നെസ് കൊണ്ടുണ്ടാവുന്ന സംഭവം എന്നൊക്കെ പറയുന്ന ന്യായീകരണമൊക്കെ പറയുമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. വേണം. ഭാര്യ ഭർത്താവ് ഒരു ബോണ്ട് ഉണ്ടാവുന്നത്. ഈ ബോണ്ട് കഴിഞ്ഞിട്ട് ഈ പൊസസീവ്നെസ് വളർന്ന് വേറൊരു തലത്തിലേക്ക് അവിടെയാണ് പ്രശ്നം വരുന്നത്. അവിടെയാണ് ഈ സ്നേഹം കലർന്ന് പിന്നെ ഒരു ചാരു നേരിടേണ്ടി വരുന്ന ഒരു എന്താ പറയാ വലിയൊരു ബുദ്ധിമുട്ടാണോ മേമിന്റെ ക്യാരക്ടർ? അത് രാജീവേട്ടൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിരിക്കുന്ന പോസ്റ്ററില് മേമ മാത്രമുള്ള ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു വില്ലൻ ടച്ച് ഉള്ള ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു റോളാണ്. നെഗറ്റീവ് ടച്ച് റോളാണ്. നെഗറ്റീവ് ടച്ച് ഉള്ള റോളാണ്. ഉറപ്പായിട്ടും അവർക്ക് ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതാണ് എന്റെ പ്രോബ്ലം. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അത് തന്നെയാണ് സീരിയലിന്റെ. അദ്ദേഹം മകളെ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഭാര്യ തയ്യാറാകുകയാണെങ്കിൽ ആ വീട്ടിൽ ഇഷ്യൂ ഇല്ല. പക്ഷെ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടാവും. ഇതൊരു ഘട്ടം കഴിയുമ്പോൾ ആ റീസണൊക്കെ മറികടന്ന് ചില സ്ഥലത്തേക്ക് കയറിപ്പോകും. അത് അവരുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായിരിക്കാം. പലർക്കും സാഹചര്യം അത് ഇതിലും വരുന്നുണ്ട്. അതാണ് എന്റെ കോൺഫ്ലിക്റ്റ് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾ 3 പേർക്കും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സീരിയലില്. അപ്പൊ ഇപ്പോഴത്തെ സീരിയലും പഴയ സീരിയലും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ സാറിന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാം, അഭിനയിക്കുന്നവർക്കും അറിയാം, തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കഥകളിലാണെങ്കിലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം? ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പെയ്തൊഴിയാതെ തൊട്ട് ഈ പെയ്തൊഴിയാതെ വരെയുള്ള 25-26 വർഷം 27 വർഷത്തിൻ്റെ ഗ്യാപ്പിലുണ്ടായ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ മാറ്റം വളരെ വലുതാണ്. അപ്പം എനിക്ക് തോന്നുന്നു അക്കാലത്ത് നമുക്ക് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിരുന്നു ഒരു ഘട്ടം വരെ. സബ്ജക്റ്റ് കഥ പറയുക എന്ന് പറയുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ആ പ്രേക്ഷകർ കുറച്ച് സാവകാശം കൊണ്ടിരുന്ന് കാണുന്നതിനൊരു സാവകാശമുള്ളൊരു പ്രേക്ഷകരുണ്ടായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് സാവകാശമില്ല, സമയം. അപ്പോൾ ഈ സാവകാശമില്ലാത്ത പ്രേക്ഷകർ ഇതിന് പുറത്താണ്, ഈ ടെലിവിഷന് പുറത്താണ്. അവർ മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അവർ ഈ ടെലിവിഷൻ ഓൺ ചെയ്തതിൻ്റെ മുൻപിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് പ്രേക്ഷകരാണ്. ബാക്കിയുള്ളവരിപ്പോൾ നമ്മുടെ ഫോണിലും അല്ലാതെ നമ്മൾ കാണുന്ന രീതിയിലേക്കാണ്. അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ മാറിപ്പോകുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ ഒരു ഫോക്കസോടുകൂടി ഒരു ഓഡിയൻസ്, ഇപ്പോൾ തിയേറ്ററിൽ നമ്മളിരുന്ന് ജനങ്ങൾ കാണുന്ന പോലുള്ള ഫോക്കസ് ഇപ്പോൾ ടെലിവിഷനിൽ ഇല്ല. അന്ന് കുറച്ചുണ്ടായിരുന്നു. ഇതൊഴിയാതെ ചെയ്യും സമയങ്ങളിലൊക്കെ അത്രയും വർഷത്തിന് മുമ്പ് നമ്മൾ പ്രേക്ഷകർ ആ ദിവസം ആ സമയം നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് ഇറങ്ങി നിൽക്കുമായിരുന്നു ആൾക്കാർ. എവിടെയാണെങ്കിലും അവിടെ എത്തുക, അത് കാണുക. ഇപ്പൊ ആ പ്രേക്ഷകർക്ക് എവിടെയെങ്കിലും കാണാം. ഇനി കണ്ടില്ലെങ്കിലും ഇല്ല, കുഴപ്പമില്ല. അപ്പം സമൂഹം വേറൊരു രീതിയിൽ വളരുന്നതനുസരിച്ച്, സൗകര്യങ്ങൾ വേറൊരു രീതിയിൽ വളരുന്നതനുസരിച്ച് കഥയുടെ രീതിയും പറയുന്ന രീതിയും ഒക്കെ വ്യത്യാസം വന്നു. അപ്പോൾ ടെലിവിഷനിലുണ്ടായ ടോട്ടൽ, ഞങ്ങൾ ആദ്യം ഇതൊഴിയാതെ പോലുള്ള സീരിയൽ സൂര്യ TV ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരൊറ്റ ചാനലേ ഉണ്ട്, പിന്നെ ദൂരദർശൻ മാത്രമാണ്. പിന്നെ അതിന് ശേഷം ചാനലുകളുടെ എണ്ണം വരുന്തോറും ഇതിങ്ങനെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഇതിന്റെ കോമ്പറ്റീഷൻ വലുതാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, നന്മയും തിന്മയും ഇതിനകത്ത് ഇപ്പോൾ അന്ന് ഈ പറഞ്ഞ കണ്ടന്റ് ഓറിയന്റഡ് ആണെങ്കിൽ ഇപ്പൊ ബിസിനസ് ഓറിയന്റഡ് ആണ്. ആ വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ വ്യത്യാസം ആണ് ഇതിനകത്ത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വേറൊരു ചാലഞ്ച്. ഈ കോൺസെപ്റ്റ് ചൂസ് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടോ? ഇപ്പം പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം സ്ത്രീധനം പോലത്തെ കഥകൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് സൊസൈറ്റിയിൽ തന്നെ. അപ്പം അത് കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന രീതിയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരാറുണ്ടോ? ഉണ്ട്. ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പലപ്പോഴും മറ്റ് ഭാഷകളിലുള്ള പല സീരിയലുകളും
ഭാഷ മൊഴി മാറി വരുന്ന സീരിയൽസുകളും ഉണ്ട്. ഇതും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സീരിയലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സക്സസ് ആയ ഒരു സബ്ജക്റ്റ് ആയിരിക്കാം, ആ റിലേഷൻഷിപ്പൊക്കെ അവിടെ ഉണ്ടായതായിരിക്കാം. പക്ഷെ നമ്മളതിന് നമ്മുടെ നാട്ടിലേക്ക് അതിനെ പറിച്ചു നടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ബന്ധങ്ങളായാലും റിലേഷൻഷിപ്പായാലും ഫാമിലി റിലേഷൻഷിപ്പായാലും എല്ലാം ഈ നാടിന് ചേരുന്ന രീതിയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സാറിന്റെ പഴയൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, പണ്ടൊരു വേഷം സാറിന് വന്നപ്പോൾ നായകനോ വില്ലനോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ സാറ് വില്ലനാണ് ചൂസ് ചെയ്തത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ സാർ അന്ന് അതിൽ പറയുന്നുണ്ട് കൂടുതലും സീരിയലുകൾ ഫീമെയിൽ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നായകനെക്കാട്ടിലും കുറച്ചും കൂടെ ആക്ടിങ്ങിന് സാധ്യത, പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലും വില്ലനായിരുന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സീരിയലുകളും കുറച്ച് ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഓറിയന്റഡ് ആണോ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് സാർ ഇപ്പം പറയാനുള്ളത്? അല്ല, ഫീമെയിൽ ഓറിയന്റഡ് ആണ് പൊതുവെ, സീരിയൽസ് എല്ലാം പൊതുവെ ഫീമെയിൽ ഓറിയന്റഡ് ആണ്. പക്ഷെ ചിലപ്പോൾ അതിന് അങ്ങനെ അല്ലാത്തതും വരാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് വീണ് കിട്ടുന്ന അവസരങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ ഇത്രയും ഒരു 35 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു പ്രോജക്റ്റ് ശരിക്കും ഒരു ഫീമെയിൽ ഓറിയന്റഡ് അല്ലാത്ത ഒരു പ്രോജക്റ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ചാനലിൽ ചെയ്തതാണ്, ഭ്രമണം എന്ന് പറഞ്ഞ. അത് ഇയാൾക്ക് ചുറ്റുപാട് ഞങ്ങൾ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചിലത് സംഭവിക്കും, പക്ഷെ സാധാരണ നോർമലി ഫീമെയിൽ ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ അതോടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യസ്തമായ കഥാപാത്രം എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമുക്ക് പെർഫോം ചെയ്യാൻ എന്ത് സാധ്യത ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ആന്റി ഹീറോ ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ നിരന്തരമായിട്ട് അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല. ഇപ്പൊ ചേച്ചി ഇതിനകത്ത് ഒരു ആന്റി ഹീറോ വില്ലൻ ഒരു ക്യാരക്ടറാണ്, നെഗറ്റീവ് റോൾ ആണല്ലോ ചെയ്യുന്നത്. ചേച്ചിയെ പൊതു കാണുമ്പോൾ തന്നെ പക്ഷെ ഭയങ്കര ഒരു അയ്യോ പാവം അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പം സീരിയലിന്റെ പുറത്തേക്കാണേലും ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും ഒക്കെ എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇപ്പം ചേച്ചി എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് അറിയാം. അപ്പം അങ്ങനെ ഒരാൾ നെഗറ്റീവ് റോള് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല? ചേച്ചിക്ക് അതെടുക്കുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടോ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു സ്ഥലത്താണെങ്കിൽ സ്പേസിലായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ടെൻഷനായിരുന്നു. അതായത് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണം, എന്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടെ ആ ആശങ്ക കുറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാര്യം, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടതാണ് രാജീവേട്ടൻ്റെ വർക്കിലൊരു വേഷം ചെയ്യാന്നുള്ളത്. രാജീവേട്ടൻ മൗനം, ഞാൻ മാതൃഭൂമി പ്രൊഡക്ഷൻസിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ സെയിം പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഇത് വലിയൊരു ഹാളിൻ്റെ അങ്ങേ അറ്റത്ത് സെറ്റ് ഇട്ടിട്ട്, അന്ന് സ്വപ്നം വരുന്നില്ല ഏട്ടാ, സ്വപ്നം ചെയ്യുന്നു, ഇപ്പുറത്തെ സൈഡിൽ മൗനം ചെയ്യുന്നു, 2 മാതൃഭൂമി പ്രൊഡക്ഷനാണ്. ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ സീൻ കഴിഞ്ഞ് അവിടെ പോയി എത്തി നിന്ന് നോക്കും. കാരണം എനിക്ക് ഒരു ആർട്ടിസ്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നല്ലേ മൂന്നേട്ടാ, എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് രാജീവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. കാരണം മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ ഒരു സംവിധായകൻ്റെ പേരിൽ ഒരു പരമ്പര അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സിഗ്നേച്ചർ മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആളുടെ പേരാണ് സീരിയലിന്റെ ബ്രാൻഡ് വേറെ പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ വേറെ ഏത് നടിയോ നടനോ ആര് വന്നിരുന്നാലും ഡസന്റ് മാറ്റർ, ഓഡിയൻസ് ഇത് കെ രാജീവ് പരമ്പരയാണോ അത് കണ്ടിരിക്കും. അത് എത്രയോ, അപ്പം എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് സ്വപ്നം കണ്ടൊരു സ്ഥലത്താണ് ഞാൻ ഇന്നിപ്പം നിൽക്കുന്നത്. അപ്പോൾ രാജീവേട്ടൻ്റെ കൂടെ ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് എൻ്റെ മനസ്സിലിപ്പം, നമ്മൾ ചെറുതായിട്ട് 1ാം ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നമ്മളിതിപ്പം മലയാളം എന്താണ്, സയൻസ് എന്താണ്, ഇംഗ്ലീഷ് എന്താണെന്ന് അറിയണം, നമുക്കെല്ലാം ഒരേപോലെ വന്നിരിക്കുകയാണ്. ഓരോ ടീച്ചേഴ്സും വന്ന് നമ്മളെ ട്രെയിൻ ചെയ്യാണ്. അതുപോലെയാണ് എനിക്ക് രാജീവേട്ടൻ്റെ സീരിയൽ വരുമ്പോൾ ഇത്രയും വർഷം ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. രാജീവേട്ടൻ്റെ ക്ലാസ്സിലത്തെ കുട്ടിയായിട്ട് നിന്ന് ഇവിടെ നിന്ന് പഠിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് റിസ്ക് ഒന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ രാജീവേട്ടൻ എന്നെ പഠിപ്പിക്കും, എന്നെ കറക്റ്റായിട്ട് അടിക്കും, നോക്കട്ടെ അപ്പോൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എൻ്റെ പുസ്തകമാണല്ലോ എൻ്റെ സ്കൂളായിട്ട് ഞാൻ കരുതി ആഗ്രഹിച്ച് മോഹിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് പറ്റും പോലെ ഞാൻ രാജീവേട്ടൻ പറഞ്ഞനുസരിച്ച് ചെയ്യും. ഈ ഒരു സീരിയലിന്റെ ഫസ്റ്റ് കോള് വന്നപ്പം 2 പേർക്കാണെങ്കിലും കെ രാജീവ് എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് അറ്റൻഷൻ ആണല്ലേ? തീർച്ചയായും അതൊരു ഡ്രീം അല്ലേ? എൻ്റെ ഭഗവാൻ സത്യം. സൂര്യ ടി.വിയിൽ നമ്മൾ വേറെ പരമ്പരകൾ ചെയ്ത് മറ്റു പല ചാനൽ എത്രയോ വർഷം കാത്തിരുന്നത് രാജീവേട്ടനോട് വർക്ക് ചെയ്യുക. അതൊരു ആ കോള് തന്നെ അങ്ങനെ പറയുന്നു. എനിക്കിതിനേക്കാളും ഒരു ത്രില്ലിംഗ് ആയ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളൊരു 35 വർഷമായിട്ടുള്ള പരിചയമാണ്, 35 വർഷമായിട്ടുള്ള സൗഹൃദമുണ്ട്. ആ 35 വർഷത്തിൻ്റെ സൗഹൃദം ഈ പറഞ്ഞ പോലെ രാജീവിൻ്റെ എല്ലാ പരമ്പരകളും കാണുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ ഇൻഡസ്ട്രിയിൽ ഉണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചിട്ട് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ അന്ന് നല്ല ഈ
നല്ല പ്രൈം സീരിയൽസ് പല ദൂരദർശൻ്റെ കാലഘട്ടത്തിൽ 13 എപ്പിസോഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അന്ന് തൊട്ടേ തുടങ്ങിയ സൗഹൃദമാണ്. പക്ഷേ പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ സംവിധാന മേഖലയിലേക്ക് പോയി. അന്നേ എഴുത്തൊക്കെ ഉണ്ട്, പക്ഷേ ഈ മുഴുവൻ സമയം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ടിങ് എന്ന സാധനം വിട്ട് ഫുൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഒന്നിച്ച് കൂടാൻ പറ്റിയില്ല. എന്നെ വിളിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞാൽ, എന്നെ വിളിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അന്ന് പറ്റിയില്ല. ഞങ്ങൾ ഈ 35 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന അതൊരു എന്നെ സംബന്ധിച്ച് വളരെ ത്രില്ലിംഗ് ആയുള്ള അത് ഇപ്പോൾ വേറൊരാൾക്ക് കിട്ടാത്ത ഒരു ശരിക്കും വെച്ചാൽ ഒരു ഇതാണ് സൗഹൃദം. പക്ഷേ ഈ സീരിയൽ അത്രയും സ്പെഷ്യൽ ആയിരിക്കും. പുതിയ കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല ഇതിന് ചില മറുപടികളും പറയേണ്ടി വരുന്നു. അതായത് അപ്പൊ പറഞ്ഞതിനോട് അയ്യോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ടല്ലേ? ഹിറ്റ് സീരിയൽസിൽ മൂന്നേട്ട ഇല്ലല്ലോ, നോർമലി സുഹൃത്തുക്കളല്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം ആ ചോദ്യങ്ങളുടെ ഒരു ഉത്തരവാണ് ഇപ്പം ഇവർ നൽകാൻ പോകുന്നത്. സംഭവിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ സ്പെഷ്യലാണ്. വേറെ ആർക്കും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി എനിക്ക് എന്തായാലും ഉണ്ട്. ഞാൻ ഇതിൽ ഈ പിള്ളേരോടൊക്കെ പറയും, ഇപ്പൊ പുതിയതായിട്ട് കുട്ടികൾ സത്യത്തിൽ ഇവരൊക്കെ എന്ത് ബ്ലസ്ഡാ. അവരുടെ സീരിയലിൽ രാജവേട്ടനോട് വർക്ക് ചെയ്യാം. അസൂയ തോന്നും. കാരണം ഞാൻ ആ കുട്ടികളോട് പറയും, നിങ്ങൾ ദയവ് ഇത് പഠിക്കുക, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, ഇവിടെ നിന്ന് പഠിക്കണം, ദയവ് ഇത് ഒന്നും വേറെ ഒന്നും മൈൻഡിൽ ഇടരുത്. ഇത് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തീർച്ചയായിട്ടും അതിനെ ഭയങ്കര പ്ലസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പം കുറച്ച് മുമ്പ് ചേച്ചി സ്വപ്നം സീരിയലിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പോഴും യൂട്യൂബില് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ച മുന്നേയും കൂടെ ആ സീരിയലിന്റെ ഒരു സിംഗിൾ ഷോട്ടിന്റെ വീഡിയോ ഇട്ടിരുന്നതിന് 3 ആഴ്ചക്ക് മുന്നേ കമന്റ്സ് വന്നിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞു ഇപ്പോഴും അതിന് അത്രയും റീച്ച് ഉണ്ട്. എനിക്കിപ്പോഴും അയച്ചു തന്നത് സുരേഷ് കൃഷ്ണ എന്നെ ഒരു ഫോട്ടോ അയച്ചു തന്നു. ഇവിടുന്ന് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അപ്പൊ അവര് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കണ്ടാൽ അത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഫീൽ ചെയ്യുന്ന വളരെ കുറച്ച് വർക്കുകളെ വരുള്ളൂ. അതിനൊരു വേറെ കാര്യം കൂടി ഉണ്ട്. സിംഗിൾ ഷോട്ടിലുള്ള ഒരു സിംഗിൾ ഷോട്ട് ഒരു എപ്പിസോഡാണ്. സിംഗിൾ ഷോട്ട് എല്ലാവരും സിംഗിൾ ഷോട്ടിൽ നമ്മളൊരു സീൻ ചെയ്യുക അല്ലെങ്കിൽ അതല്ല, ഒരു എപ്പിസോഡ്. അതാണ് അതിൽ ഏറ്റവും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം അങ്ങനെ ഒരു സാധനം സിംഗിൾ ഷോട്ട് എപ്പിസോഡ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ കാരണം അത് തമിഴില് മലയാളത്തിൽ പലരും ശ്രമിച്ചിട്ടുണ്ട്, അത് സക്സസ് ആയിട്ടില്ല. സാറിന് എങ്ങനെ അങ്ങനെ ഒരു തോട്ട് വന്നേ എനിക്ക് സിംഗിൾ ഷോട്ടിൽ ഒരു എപ്പിസോഡ് ചെയ്യണം? പണ്ടേ ചലഞ്ച് ഇഷ്ടപ്പെടുന്ന ആളാണ്. ആണല്ലേ? ആ സ്വപ്നത്തിന്റെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നപ്പം പെട്ടെന്ന് ഞാൻ ക്യാമറാമാൻ വൈദിയാണ്. അപ്പോൾ വൈദി ഞാനും കൂടെ ഒന്ന് വെറുതെ ചർച്ച ചെയ്തു. അപ്പം മരിച്ചുപോയ GA സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ വെറുതെ എനിക്ക് തോന്നിയതാണ് നമുക്കിത് ഒറ്റ ഷോട്ടിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നടക്കുവാണ് ഇത്രയും ക്രൗഡ് പബ്ലിക്, വലിയൊരു സെഗ്മെൻ്റാണ്. വലിയ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, അനൂപേനൻ്റെ എൻട്രി ഉണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്, എല്ലാ ആർട്ടിസ്റ്റും വിദ്യാമ്മയുണ്ട്. അപ്പോൾ ഒരു വലിയ വലിയ താരങ്ങളുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഒരു ക്രൗഡ്, ഇതെല്ലാം വേണം. പിന്നെ സീൻ നടക്കുന്നത് വെച്ചാൽ ട്രെയിൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഈ വീടിനോട് ചേർന്ന് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്തു, അങ്ങനെയാണ് ലൊക്കേഷൻ. അപ്പോൾ ഈ 5:30 മണിക്ക് പോകുന്ന ട്രെയിനിന്റെ ഷോട്ടിൽ ഫസ്റ്റ് ഷോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സീൻ എൻഡ് ചെയ്തു അതിനിടയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രെയിനിന്റെ ടൈമിങ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. അല്ല അവിടെ വെച്ചാൽ അതിനൊരു ഭയങ്കര ബ്രില്യൻസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ആക്ടേഴ്സിന്റെ ഒരു ഓർബിറ്റ് ഉണ്ട്, ആക്ടേഴ്സിന്റെ ഒരു ടൈമിംഗ് ഉണ്ടാവും, സംഭവങ്ങൾ ഉണ്ടാവും. ഇത് ശരിക്കും അതിനെല്ലാം ഇതിപ്പോൾ മറ്റുള്ള സാധാരണ നമ്മളൊരു ഡയറക്ടർ എന്നുള്ള സ്കില്ല് ആ ഒരു ഷോട്ട് വെച്ചപ്പോൾ മാത്രമല്ല ഈ ഇവരുടെ എല്ലാവരുടെയും ടൈമിംഗ് ഒരാൾ തെറ്റിയാൽ വീണ്ടും ഫുൾ എൻറ്റയർ ഷോട്ട്. പിന്നെ ഈ ട്രെയിനിന്റെ ടൈമിംഗ് ഉൾപ്പെടെ എല്ലാം പ്രശ്നം. അത് ഭയങ്കര അതൊരു റിസ്ക് ഉള്ളൊരു ലൈറ്റ്സ് വെച്ചിരിക്കുന്ന രീതി. ഇപ്പം സീൻ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാമ്മയും വേറെ 2 ആർട്ടിസ്റ്റുകളും താഴേക്ക് വരണം. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ക്യാമറ ട്രെയിനിൽ നിന്ന് താഴെ വരും. ട്രെയിനിലിരിക്കുകയാണ് ക്യാമറമാൻ. താഴെ വന്നു കഴിയുമ്പം ക്യാമറ അയാൾ ഇറങ്ങിയിട്ട് വിദ്യാമ്മ താഴെ വന്നു കഴിഞ്ഞപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഫോളോ ചെയ്ത് മുറിക്കുള്ളിലേക്ക് പോകണം. ഇടയ്ക്കെല്ലാം ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വരും. ഈ മുകളിലിരുന്ന് ഷോട്ട് തുടങ്ങുമ്പോൾ താഴെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ താഴെ വിദ്യാമ്മ ഇറങ്ങി വരുന്ന പടിയുടെ ഓപ്പോസിറ്റുള്ള ലൈറ്റ് ഓഫായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? വിദ്യാമ്മ ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കണം. അവിടെ നിന്നൊരു ലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഇൻഫോം ചെയ്യുമ്പോൾ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടുകയാണ്.
അവർ കിട്ടുകയാണ്. ആ കിട്ടിയിട്ട് അവരെ പടി ഇറങ്ങുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ലൈറ്റ് ഓൺ ആണ്, വീണ്ടും ഇതിനിടയിലൂടെയാണ് അഭിനയിക്കുന്നത്. അത് ചെയ്യുന്നത് ഇതാ പോയി കഴിഞ്ഞൊരു പൂജാമുറിക്കകത്തേക്ക് കയറും. പൂജാമുറിക്കകത്ത് കയറുമ്പോഴേക്കും സാറത് എന്ത് ഓർമ്മയില്ല ഇപ്പോഴും ഓരോ എങ്ങനെയാ സൃഷ്ടിച്ചതല്ലേ. അയ്യോ അന്ന് മീഡിയ ഒക്കെ ഒരുപാട് ചർച്ച ചെയ്ത, കാരണം ഇന്ത്യൻ എക്സ്പ്രസ് തൊട്ട് അന്ന് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാതൃഭൂമി ആയതുകൊണ്ട് മീഡിയ ഉണ്ടായിരുന്നു, ഇവരുടെ ലൈവ് കൊടുത്തിരുന്നു, ഏഷ്യാനെറ്റിന്റെ ലൈവ് ഉണ്ടായിരുന്നു. ഒരു ക്രൗഡ് തന്നെ ഉണ്ട്. MP വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നു, കോഴിക്കോട് മേയർ, അങ്ങനെ മാതൃഭൂമിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, മീഡിയക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു. അതൊരു റിസ്ക് ദിവസമായിരുന്നു അത്. ശരി, അതുപോലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഈ സീരിയലിൽ ഇനി കാണാൻ കഴിയുമോ? ഇനിയും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. സാറിനെ പറ്റിയിട്ട് മല്ലിക മാം പറഞ്ഞ ഒരു ഇതാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ് സിറ്റിലെന്ന്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് ഒരു ഈ പൊട്ടാനിരിക്കുന്ന ഒരു ഭൂകമ്പം എന്ന് പറഞ്ഞ പോലെയുള്ള പ്രതീക്ഷ എപ്പോഴും നമ്മൾ അങ്ങനെ കൂടി കണ്ടുകൊണ്ട് നമ്മൾ പൂവടിച്ച കുഴപ്പമില്ല. ഈ കാമൻ ക്വൈറ്റ് ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും പുതിയ പിള്ളേരെ ഒഴിച്ചിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ അതുവരെയ്ക്കുള്ളവർക്ക് രാജീവേട്ടൻ കാമൻ ക്വൈറ്റ് ആണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു വെപ്രാളാ. രാജീവേട്ടൻ്റെ ഒരു ലുക്ക് മാറിയാൽ തന്നെ ഇത് എന്തിനായിരിക്കും എന്ന് ഒരു എന്തോ ഒരു നമുക്ക് ഒരു ടെൻഷൻ കിടക്കും, അത് എന്തിനായിരിക്കും എന്ന്. ഏറ്റവും പുതിയ കുട്ടികളെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും ആ ഒരു ചിന്ത എപ്പോഴും രാജീവേട്ടന്റെ കാര്യത്തിലുണ്ട്. അവർക്കറിയില്ല, ബ്ലൈൻഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്, അവർക്കൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് അവർ അതിന്റെ ഒരു നമുക്ക് ചിലത് നമ്മൾ പറയില്ലേ, ഒന്ന് കൂടുതൽ അറിയാതിരിക്കുന്നത് ചില അനുഗ്രഹമാവുന്ന. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വർഷത്തിലെ പ്രോജക്റ്റിൽ ഒരു 2-3 പ്രോജക്റ്റ് ഞാൻ ഡബ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഡബ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് രാജീവേട്ടൻ്റെ ഈ പ്രോജക്റ്റിൽ ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും വെള്ളം കുടിച്ചു. അത് രാജീവേട്ടനോട് ഞാൻ ഡിസ്കസ് ചെയ്തില്ല എന്നേ ഉള്ളൂ, മൂന്നേട്ടനോടും പറഞ്ഞില്ല ഞാൻ. പക്ഷെ അവിടുത്തെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന പയ്യനറിയാം, ഞാൻ വെള്ളം കുടിച്ചു. എന്താ വെച്ചാൽ അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നൊന്നും ഡബ് ചെയ്ത് കയറില്ല. പണി പഠിക്കണം. നോർമലി ഡബ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാം നെക്സ്റ്റ് ഷോട്ട് ഏത് വരുന്നു. ഒരു രീതിയുണ്ട്, അതൊന്നും നമ്മൾ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ വേറെ എവിടെയും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നിന്ന് പഠിച്ചാൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് അല്ലേ, അത് ശരി, അത് മൂന്നേട്ടം പറഞ്ഞ 100% കറക്റ്റാ. പഠിക്കണമെന്ന് ആഗ്രഹം വേണം, ശ്രദ്ധിക്കണം, ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെയുള്ളവര് ഇവിടെ നിന്ന് കയറി രക്ഷപ്പെടും. സാറിന് ഇഷ്ടം പോലെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഏതെങ്കിലും 1-2 പേരെടുത്ത് പറയാന്നൊക്കെ വെച്ച് നോക്കിയപ്പം ഇതിനെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ജസ്റ്റ് അവാർഡ്സിന്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പം ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സീരിയൽ, ഇഷ്ടംപോലെ ഇങ്ങനെ ലിസ്റ്റായിട്ട് കടന്നുകൊണ്ടിരിക്കുക. ഈ കിട്ടിയ അവാർഡുകളിൽ എല്ലാം ഭയങ്കര അത്രയും ഇതായിട്ട് കിട്ടിയ അവാർഡ്സ് തന്നെയാണെങ്കിൽ പോലും ഭയങ്കര ക്ലോസ് ടു ഹേർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അവാർഡ് ഉണ്ടോ? ഇന്ന സീരിയലിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? സീരിയൽസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതെല്ലാം 6-7 അവാർഡുകളും കിട്ടിയത്. അതിൽ എല്ലാവർക്കും നന്നായിട്ട്. പക്ഷേ ശ്രീവിദ്യ അഭിനയിച്ച അവിചാരിതമാണ്, നമുക്ക് ഇമോഷണലി കണക്ട് ആവും. അവരെ അവാർഡ് ലാസ്റ്റ് മലയാളത്തിൽ നിന്ന് വാങ്ങിച്ച അവസാനത്തെ ഓരോ അവാർഡാണ് ഞങ്ങൾ ഒരുമിച്ച് അത് വാങ്ങിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു അവാർഡ് അവർ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ടാണ് രാജീവേ എന്നവര് പറഞ്ഞു, കണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ആ സിറ്റുവേഷൻ. നമ്മൾ എത്ര വാങ്ങിച്ചാലും അതാണ് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളത്. ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ സാറ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ സാറിന്റെ ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പൊ പ്രവീണ മെമ്മിലെ അനൂപ് മേനോൻ സാർ, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ, തിലകൻ സാർ, ശ്രീവിദ്യ മാം, എല്ലാവരും പിന്നീട് സിനിമയിൽ അതുപോലെ നിന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇപ്പോൾ സാറിനോട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈക്ക് ഫിലിമിലേക്കും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെറിയ റോൾസ് അല്ലെങ്കിൽ നല്ല റോൾസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുപോലെ ഒരു ഉയർച്ചയിലൊക്കെ ഇതിൽ എനിക്ക് തോന്നിയത് സിനിമാക്കാർക്കിടയിൽ സീരിയൽ പലപ്പോഴും ഒരു വേർതിരിവുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ രാജീവേട്ടൻ്റെ സീരിയലിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ വല്ലാതെ നമ്മളെ സീരിയൽ എന്ന് പറഞ്ഞ് കളയാറില്ല. രാജീവേട്ടൻ സീരിയലാണോ? അതായത് അതിനൊരു സിനിമാറ്റിക് മോഡ് ഉണ്ട്. ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ മൂന്നേട്ടം മുതൽ ഇനി താഴെ ഏറ്റവും ചെറിയ പിള്ളേർ വരെ ഉള്ള ആൾക്കാർ, ഏറ്റവും സീനിയർ മുതൽ ഏറ്റവും താഴെയുള്ള പിള്ളേർ വരയ്ക്കും ഈ സീരിയലിൽ നിന്നുള്ള ഒരു അഭിനയ ശൈലിയുണ്ട്. ഇത് കാണുന്ന
അല്ലെങ്കിൽ എത്തിപ്പെടുന്നത്, ഇത് എത്തിപ്പെടുക എന്നുള്ളൊരു ഭാഗ്യം കൂടെ ഇതിന്റെ പാർട്ടാണ്. അതെ ഒരു വലിയ ആളിന്റെ മുന്നിലേക്ക് എത്തിപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിൽ ആർക്കൊക്കെ ടാലന്റ് ഉണ്ട്. ഈ സീരിയൽ എന്തായാലും വേറൊരു സീരിയൽ പോലെ ഒരു ടിപ്പിക്കൽ സാധനത്തിലേക്ക് ആയിരിക്കില്ല. രാജീവേട്ടൻ്റെ സിഗ്നേച്ചർ എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അത് കാണുന്ന ഒരു ആൾക്ക് മനസ്സിലാവും, വിലയിരുത്തും ഇന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇന്ന കഴിവുകളും ഉണ്ട് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാജീവേട്ടൻ ഒരാളിൽ എന്തുണ്ടോ അതിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് വേറൊരാളിലേക്ക് എത്തിയാൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാരക്ടർ നമുക്ക് ലൈഫിൽ കിട്ടിയേക്കാം. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ഭാഗ്യവും കൂടെ വേണം. അതിപ്പോൾ ചേച്ചി പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് സൂര്യ ചാനലിലെ തന്നെ പല സീരിയലുകളിലെ ആർട്ടിസ്റ്റുകളെ ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ, ഒരു ഓൾമോസ്റ്റ് 3-4 സീരിയലുകളുടെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ഞാൻ കേട്ട ഒരു കാര്യമാണിത് തന്നെ. അവരെല്ലാം പുതിയതായിട്ട് വന്ന ആൾക്കാരാട്ടോ. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് സിനിമയാണ് അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ സീരിയലിൽ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് ഒരു എൻട്രി ഭയങ്കര ഡിഫിക്കൽട്ടാണ്, സീരിയൽ മാത്രം ചെയ്തു പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ശരിക്കും? നമുക്ക് കിട്ടാത്തോണ്ട് നമ്മൾ പറയണേ. അങ്ങനെയൊന്നുമല്ല. അത് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് കാരണങ്ങളുണ്ട്. നമ്മളിവിടെ വളരെ എൻഗേജ്ഡ് ആയിരിക്കും. അവർ പെട്ടെന്ന് അവർ സിനിമയിൽ പലപ്പോഴും ഡേറ്റുകൾ ചേഞ്ച് ആവും. അപ്പൊ നമുക്ക് ഇവിടെ പക്കാ ഡേറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി ഓരോരുത്തർക്ക് പലർക്കും പല പ്രയോറിറ്റി ആയിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ പ്രോജക്റ്റ് ആയിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി. അവിടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ വേറെ ഏത് പ്രോജക്റ്റും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ നമുക്ക് സിനിമ ചെയ്യാൻ പലപ്പോഴും ചിലപ്പോൾ ആ ഡേറ്റ്സിൽ വേറെ ചോദിക്കുമ്പോൾ ഡേറ്റുകൾ ഒരിക്കലും എക്സാക്ട് ഡേറ്റിൽ വരത്തില്ല വർക്ക്. അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടൊരു സിറ്റുവേഷൻ, ആർട്ടിസ്റ്റ്, ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഓരോ മന്തിലും ഇത്ര ദിവസം നമ്മൾ പക്ക ഇവിടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വിട്ടിട്ട് നമുക്ക് വേറെ ഒന്നിലേക്ക് പെട്ടെന്ന് സഞ്ചരിക്കാനൊന്നും സാധിക്കത്തില്ല. അതൊരു വലിയ ഫാക്ടർ. പിന്നെ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സംവിധായകന്റെ മനസ്സിലാണ് ഈ കഥാപാത്രം മൂതേട്ടൻ ചെയ്താൽ നന്നാവും, ഇന്ന കഥാപാത്രം ഉമ്മ ചെയ്ത്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളും കുറവുകളും ഒക്കെ ഉണ്ട്. അത് അസസ് ചെയ്യാനുള്ളൊരു ചെറിയ ടൈമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ജോഷി സാറ് ഒരുവിധപ്പെട്ട സീരിയൽസ് ഒക്കെ കാണുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സംവിധായകർ പലരും സീരിയലിനെ കാണാറുണ്ട്. സത്യം സാർ വിളിക്കും ഇപ്പോഴും. മറ്റേ മോണിറ്ററിൽ ഒന്നിരുന്ന് കാണാറുണ്ട്. കണ്ടോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് പുള്ളി ഇപ്പോഴും വിളിക്കും. ഇപ്പൊ ഈ അന്നാക്കലിനെ രാത്രി ഉച്ചയ്ക്ക് തന്നെ വിളിച്ചു. ഓരോ ടൈമിലും പുള്ളി ഫോളോ കിട്ടുന്നത്. പുള്ളി ചോദിക്കും ലൊക്കേഷൻ എവിടെയാണ്. ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ കാണുന്നത്. അത് മാത്രമല്ല, അതിൽ 2 വർഷം എല്ലാ ആർട്ടിസ്റ്റും പുള്ളി കൊണ്ടുപോയി. മാത്രമല്ല രാജീവേട്ടന്റെ എല്ലാ ആർട്ടിസ്റ്റുകളെയും സത്യൻ സാർ കൊണ്ടുപോയിട്ടുണ്ട്. ഈ അന്നാക്കലിനെ ഇപ്പൊ കഴിഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചത് തന്നെ കാരണം അതിനകത്തൊരു മാഷുണ്ടല്ലോ നിങ്ങളുടെ. ആ പുള്ളി എവിടെ ഉള്ള നമ്മൾ ഇന്നലത്തുള്ള പത്തനംതിട്ടയുള്ള ആ പുള്ളിക്ക് വേഷം കൊടുത്ത് പുള്ളി ലാസ്റ്റ് ചെയ്ത പടത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് റിയാലിറ്റി. ഇതാണ് റിയാലിറ്റി. ഇപ്പൊ നമ്മള് കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു സാമുലിന്റെ വൈഫ് രശ്മി. അപ്പൊ എന്റെ അടുത്ത് സത്യേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ ഫാമിലി, മറ്റേ ക്രിസ്ത്യൻ ഫാമിലിയുടെ കഥയാണ്. അതൊരു ക്രിസ്ത്യൻ അതില് നമുക്കൊരാള് വേണം, അതിലൊരു പെൺകുട്ടി അഭിനയിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, അത് ബോവൻ എന്ന് പറഞ്ഞ ആളുടെ ഫാമിലിന്റെ വൈഫാണ്. അത് ഒന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്. അങ്ങനെ പോയി അവിടെ നിന്നാണ് അഭിനയം തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതുകൊണ്ട് ചോദിച്ചത് കാര്യം, സാറിന്റെ ലിസ്റ്റിലുള്ള എല്ലാവരും നമ്മൾ സിനിമയിൽ ഭയങ്കരമായി കണ്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ ദിവ്യപ്രഭ, രാജീവണ്ണ സീരിയലിലെ കുസൃതി, ഇവരെവിടെ നിന്ന് ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ സുരഭി. സുരേഷ് കൃഷ്ണയൊക്കെ ഒരു ബെസ്റ്റ് ടൈം തുടങ്ങുന്നത് സുരേഷ് ഏട്ടന്റെ സീരിയൽ കഴിഞ്ഞതിന് ശേഷമാണ്. പ്രവീണ ചേച്ചി, അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞത്, അത് പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നമ്മൾ അത് സിനിമ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന ആ സ്പേസിൽ നമ്മളെ എനർജി കംപ്ലീറ്റ് കൊടുക്കുകയും അത് നന്നായി കിട്ടിയ സാധനം നന്നായിട്ട് ചെയ്യും. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും കിട്ടിയ എന്താണോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധനം അത് നന്നായിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ആ സ്പേസിൽ നമ്മൾ അത് ഉപയോഗിക്കുക. ബാക്കിയെല്ലാം വിട്ടുകൊടുക്കുക. അത് സംഭവിക്കും. അല്ലാതെ ഇത് കഴിഞ്ഞാൽ ഉടനെ മറ്റേത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ജീവിതത്തിൽ. ജീവിതം അങ്ങനെയല്ല, പ്രൊഫഷനും അങ്ങനെയല്ല. സാറ് സിനിമയും ചെയ്തിട്ടുണ്ടല്ലോ, സിനിമയും ഡയറക്ട് ചെയ്തിട്ടുണ്ട്, സീരിയലും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ സാറിന് ശരിക്കും വരുന്ന ഒരു ഒബ്സ്റ്റക്കിൾ എന്താണ്, ഒരു ഡിഫറൻസ് എന്താണ് രണ്ടും ചെയ്യുന്ന സമയത്ത്? സിനിമ കുറച്ചുകൂടെ കോമ്പാക്ട് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അല്ലാതെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഒരു വ്യത്യാസം ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പറയാനേ പറ്റില്ല. കാണാനേ പറ്റില്ല. കാരണം ആർട്ടിസ്റ്റ് അവിടെ ടെലിവിഷനിൽ വന്ന് വേറെ അഭിനയവും സിനിമയിൽ വന്ന് വേറെ അഭിനയവും ഇല്ല.
ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ഇത് കേട്ട് മനസ്സിലാവും. എത്രയോ സിനിമ കഴിഞ്ഞിട്ട് ആ സിനിമയ്ക്കിടയിലാണ് മോഹൻലാലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഡേറ്റ് വാങ്ങിച്ചിട്ട് എന്റെ ലൊക്കേഷൻ വന്ന് അഭിനയിക്കുന്നതാണ് ചെയ്തിട്ടുള്ളതാണ് എത്രയോ തവണ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പുള്ളി വന്നിട്ട് ഇതേ അഭിനയം തന്നെ അവിടെ പോയി, എന്നാൽ സീരിയലിൽ വേറെ അഭിനയം പുള്ളി ചെയ്യാറില്ല. അപ്പം പെർഫോമൻസ് എല്ലായിടത്തും ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ് ഏത് അളവിൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സിറ്റിയാണ്. അതെ, മനസ്സിലായി. കുറേ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസം ഞാൻ കേട്ട സ്റ്റേറ്റ്മെന്റ്സ് ചെയ്ത് ഭയങ്കരമായ ഡിഫറൻസ് ഉള്ള. ഞാൻ രാജീവേട്ടൻ്റെ അടുത്ത് ഇന്നലെയും കൂടി പോയി ചോദിച്ചു, രാജീവേട്ടൻ എനിക്ക് ചില സംഗതികൾ അറിവില്ലായ്മയുണ്ട്, അപ്പൊ ചിലപ്പോ രാജീവേട്ടൻ ഉറപ്പായിട്ടും ഇത് നമ്മൾ ചിലപ്പോൾ ശീലിച്ചതോ പാലിച്ചതോ ഒന്നും ആയിരിക്കില്ല, ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ആയിരിക്കത്തില്ല ചിലപ്പോൾ ചേട്ടൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ അത് അവിടെ കൊടുക്കാൻ എനിക്ക് സാധിക്കണം. അതെ അതെ, ഞാൻ ട്രൈ ചെയ്യണം. അതെ അതെ, അപ്പോൾ ഇവിടുന്ന് പഠിക്കാനുണ്ട്. അതെ, ഈ പുസ്തകത്തിൽ നിന്ന് ഇപ്പം ഞാനെന്ന വ്യക്തി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് രാജീവേട്ടൻ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ഇറങ്ങി നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. മൂന്നേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഇപ്പൊ തന്നെ എനിക്കും മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ എല്ലാവരും പറയുന്ന കോമൺ സ്റ്റേറ്റ്മെന്റ്സ് ആണ് സാർ വിത്ത് എക്സാമ്പിൾ എനിക്ക് പ്രൂവ് ചെയ്ത് തരുന്നത് അത് അങ്ങനെയല്ല എന്നുള്ളത്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, സീരിയലിലെ അഭിനയവും സിനിമയിലെ അഭിനയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അത് കുറച്ചും കൂടെ ഡ്രാമാറ്റിക് ആവും എന്നൊക്കെ പറഞ്ഞ് കേട്ടെടുത്തുനിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വാക്ക് തന്നെ അതന്നെ. ഇപ്പൊ നമ്മൾ ഡ്രാമ അങ്ങനെ അതന്നെ തെറ്റാണ്. നമ്മൾ കുറച്ചുകൂടി ഡ്രാമ വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രാമ ഇത് ശരിക്കും നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ഈ ആ ഒരു ഫ്ലക്ച്വേഷനിലാണ് നമുക്കിത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മൾ ഡ്രാമ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് ചെയ്ത് പറഞ്ഞാൽ അമിതാഭിനയം അല്ലാതെ. ഈ അമിതാഭിനയം എന്ന് പറയുന്നത് രണ്ട് തമ്മിൽ അതാണ് ഈ ഡ്രമാറ്റിക് എന്ന് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ അല്ലാതെ വലിയ വിഷയമാണ്. സാറ് ഫസ്റ്റ് ചെയ്തത് കുറച്ചൊരു ഹ്യൂമറസ് കണ്ടന്റും കൂടെ ഉള്ളൊരു റോളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന് ശരിക്കും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കംഫർട്ടായിട്ടുള്ള റോൾ ഏതാണ്? അല്ല, എനിക്ക് അങ്ങനെ അത് ശരിക്കും ഇത് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കംഫർട്ട് സോൺ ഇല്ല. നമ്മളൊരു ആക്ടറിലേക്ക് എല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കും. ഇപ്പോൾ ചിലത് നന്നായി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ധാരാളം ഹീറോ ക്യാരക്ടേഴ്സ് വളരെ മറ്റേ നസീർ സാറിൻ്റെ സ്വഭാവമുള്ള ചില കഥാപാത്രങ്ങളുടെ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിൽ ഏറ്റവും എൻജോയ് ചെയ്ത് ശരിക്കും ചെയ്യുന്നത് ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിലെ കണ്ടന്റ് എങ്ങനെയാണ് വേണ്ടത്, ഡയറക്ടർ ആവശ്യപ്പെടുന്നത് എന്താണ്, ഡയറക്ടറുടെ ഒരു ആക്ടറായി മാറാനാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുക. അത് എൻ്റെ ചിലപ്പോൾ എന്നിട്ട് ഞാൻ ചോദിക്കും എൻ്റെ മീറ്റർ കറക്റ്റാണ്. ഇത് സാധനം ആദ്യം വന്ന് ഞാൻ ഇവിടെ പ്രോജക്റ്റ് ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് സംശയം ചോദിക്കുന്നത് എൻ്റെ മീറ്റർ കറക്റ്റ് അല്ലേ, എന്താണ് അപ്പോൾ ഇത് വേറെ. അപ്പോൾ അപ്പം തന്നെ ഇത് ചെയ്യണോ ഓക്കെയാണ്. കാരണം എനിക്കത് അപ്പം തന്നെ അത് മാറ്റാൻ പറ്റും. കാരണം ഞാൻ കൂടുതൽ ചെയ്യണോ കുറച്ച് ചെയ്യണോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായ ഹ്യൂമർ ക്യാരക്ടറുകളെ കൂടുതൽ ഇഷ്ടപ്പെടുകയോ പിന്നെ കുറച്ച് ഈ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഞാൻ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ. ഇമോഷണൽ, അതായത് കുറച്ചൊരു നമുക്ക് ഒരു ഫ്ലാറ്റ് സീൻ ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ 100 മടങ്ങ് ഇഷ്ടമാണ് ഒരു ഇമോഷണൽ സീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാറിൻ്റെ ഈ ബ്രഹ്മം സീരിയലിൻ്റെ ഒക്കെ വീഡിയോസ് കിടക്കുമ്പോൾ അതിൻ്റെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് ഒരൊറ്റ നെഗറ്റീവ് കമന്റ് ഇല്ല. ഞാനത് അത്ര ഹോണസ്റ്റ്ലി പറയാണ്. ഞാൻ ഇന്നലെയും ഒക്കെ കണ്ടതിനകത്ത് ഒരു നെഗറ്റീവ് കമന്റും ഇല്ല. എന്തൊരു ബ്രില്യൻറ്റ് ആക്ടറാണ്, ആളുടെ ഓരോ എക്സ്പ്രഷൻസും ഓരോ അഭിനയം അത്രയും നല്ല കമന്റ്സ് ആണ് വരുന്നത്. അതിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ആ കമന്റ്സിന്റെ കൂടെ തന്നെ കാണുന്നൊരു കാര്യമാണ് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ലാത്തൊരു നടനാണെന്നും തോന്നിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സോന നായർ മേമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു അണ്ടർ റേറ്റഡ് ആക്ട്രസ് ആയിട്ടാണ് ആളെ കൺസിഡർ ചെയ്തിട്ടുള്ളത്, കഴിവിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാറിനും അങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനത്തെ കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അതായത് അങ്ങനെ എത്രയോ ആൾക്കാരില്ലേ നമ്മൾ ഈ ലോകത്ത് ഒരുപാട്. ഇപ്പം നമുക്ക് യൂസ് ചെയ്യപ്പെടുക അതൊരു ഭാഗ്യം. ഇതിൻ്റെയൊക്കെ ഒരു നമുക്ക് ഭാഗ്യത്തിൻ്റെ എലിമെൻ്റൊക്കെ വളരെ പ്രധാനമാണ്. അതായത് നമുക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്പേസിൽ കിട്ടണം. ഇപ്പം ഞാൻ ശരിക്കും ഒരു ചെറിയ വിഷമം പറയാം. ഞാൻ രാജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം ആഗ്രഹിക്കുന്നില്ല എന്നല്ല, അന്ന് ഞാൻ ഇതിനേക്കാളും 100 മടങ്ങ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ചെയ്യാൻ പറ്റിയില്ല, നിർഭാഗ്യകരം. അവിടെ എൻ്റെ ഒരു നിർഭാഗ്യം എന്നെ അവിടെ കൂടി. പക്ഷേ ഇപ്പം ഞാനതിൽ അതിനേക്കാളും അന്ന് 10 വർഷം മുമ്പേ ചിലപ്പോൾ ചെയ്യുന്നതിനേക്കാളും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഞാൻ കുറേ 10 വർഷം മുമ്പ് ആഗ്രഹിച്ചാണ്, അതിപ്പോഴേ എനിക്ക് ലഭിച്ചുള്ളൂ. പക്ഷെ അപ്പോൾ നമ്മൾ ഈ ജീവിതകാലത്തിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരാളുടെ ടൈം ഇന്ന സമയമാണ്, അങ്ങനെയല്ല. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളുടെ ടൈം നമ്മളല്ല, അത് നമ്മൾ ആ ടൈം, നമ്മുടെ കറക്റ്റ് ടൈമും നമുക്ക് കിട്ടുന്ന സ്പേസും കറക്റ്റായിട്ട് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയോട് കൂടി ഒരു കലാകാരൻ ഭയങ്കര ക്ഷമയുള്ള ആളായിരിക്കണം. ചിലപ്പോൾ എൻ്റെ ഏറ്റവും മികച്ച ക്യാരക്ടർ വരുന്നത് ഇനിയായിരിക്കും.
അതെ അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി ഇയാൾക്ക് എന്ത് ചെയ്യാൻ, അങ്ങനെയല്ല. ഇനി ആയിരിക്കും ചിലപ്പോ ചിലപ്പോൾ വരാനിരിക്കുക. ആ വരുന്ന ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അതെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവർ അങ്ങനെ പറയുന്നതിൽ അത് അവരുടെ വേർഷനാണ്. എന്നെ ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലേ അതൊന്നും ഞാൻ ചിന്തിച്ചോ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് വേവലാതിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡെസ്പറേറ്റഡ് ആവും. അപ്പോൾ ഡെസ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാന്നുള്ളത്. ലക്ക് ഒരു ഫാക്ടറാണ്. ലക്ക് വളരെ വലിയ ഫാക്ടറാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പോവാൻ ലക്ക് മാത്രം പോരാ, ലക്ക് ഒരു പ്രധാന ഫാക്ടറാണ്. കഴിവുള്ള ഒരാള് ലക്കും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളരും, അത്രേ ഉള്ളൂ. പെട്ടെന്ന് വളരും. അതാണ് എൻ്റെ ഒരു ആക്ടർ പോയിന്റ് ഓഫ് വ്യൂലുള്ള. നിങ്ങൾ രണ്ടുപേരും നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കുക. നിങ്ങൾ രണ്ടുപേരെ ഈ കാര്യം പറയുന്നത്. ചേച്ചിയുടെ അടുത്ത് പണ്ട് ഏതോ ഒരു ടോക്ക് ഷോയിലാണെന്ന് തോന്നുന്നു, ഡയറ്റ് എടുക്കാറുണ്ടോ, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ എന്ന് വെച്ചപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഫിറ്റ്നസ് ഒന്നും അങ്ങനെ പോകാനൊന്നും സമയം കിട്ടാറില്ല, ഡയറ്റൊക്കെ ഞാൻ കുറച്ചൊക്കെ ചെറുതായിട്ട് ഷുഗർ നോക്കും, അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല എന്ന്. അന്ന് ഞാൻ കണ്ട അതേ ചേച്ചി ഇപ്പോഴും മുന്നിരിക്കുന്നത്, ഒരു മാറ്റമില്ല. ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ വീഡിയോ വന്നാൽ രണ്ടും സെയിം ടു സെയിം. ജനറ്റിക്കലി കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പാരമ്പര്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് അതിന്റെ പിന്നിൽ. പിന്നെ രണ്ടുപേരും കേട്ടോ, സാറും അതുപോലെ തന്നെയാ. സാറിന്റെ ആ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ബാങ്ക് എംപ്ലോയി എങ്ങനെ ആയിരിക്കണം, അതാണ് സാർ. അത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ. അതായത് ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു ഇല്ല രാജീവേട്ട, ഒരു കോസ്റ്റ്യൂം ഇടുമ്പോ ആ കോസ്റ്റ്യൂമിന് ഫിറ്റിനാവുക, അത് ലുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുക. ഒരു കോസ്റ്റ്യൂമിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആ കോസ്റ്റ്യൂം ഫിറ്റിനാവുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്ലസ്ഡ് ഒരു സംഗതിയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാജീവായിട്ടും പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സന്തോഷം. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഞാൻ എൻ്റെ രീതിയിൽ ആർട്ടിസ്റ്റുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ആർട്ടിസ്റ്റിന്റെ പൊട്ടൻഷ്യലും പ്ലസ് അവരെന്താണെന്ന് നമ്മൾ വ്യക്തി എന്ന നിലയ്ക്കും പ്ലസ് ഈ ക്യാരക്ടറിലേക്ക് അവരെങ്ങനെ പോകുന്നത്, അവർ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് നമ്മൾ സ്റ്റഡി ചെയ്യും. ആക്ച്വലി അത് നമുക്ക് അവരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ വെച്ച് അവരോട് സംസാരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ കഥാപാത്രം കാണും, ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും, ഈ ക്യാരക്ടറിനെ ഇദ്ദേഹത്തിലേക്ക് മുകുന്ദനിലേക്ക് ഈ മാഷിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്ന് തീരുമാനിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന കഥാപാത്രത്തിന് ഇങ്ങനെ രൂപവും ഇങ്ങനെ ഭാവവും ഇങ്ങനെ ശബ്ദവും ഇങ്ങനെ നടപ്പുമൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത് മുകുന്ദൻ എന്ന് പറയുന്ന അതേ ശരീരവും അദ്ദേഹത്തിൻ്റെ മനസ്സും ഭാവവും ഒക്കെ ഞാൻ ഉപയോഗിക്കുമ്പം ഒരു 50% മതി എനിക്ക്. ആ 50% എന്ന് പറയുന്നത് മുകുന്ദനാണ്, 50% നമ്മുടെ ക്യാരക്ടർ. ഇനി 50% മുകുന്ദൻ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ 50-50 നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില ആർട്ടിസ്റ്റുകൾ ഈ 40% കാണും, ചില 20% കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 20%-നെ ഈ 100% ആക്കാൻ വേണ്ടി അവരുടെ ഡീമെറിറ്റുകളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാനത് പ്ലാൻ ചെയ്യും. അതുകൊണ്ടാണ് ആർട്ടിസ്റ്റുകളെല്ലാം ഗംഭീരമാണെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഇല്ലായ്മകളെ ഞാൻ നല്ലതാക്കി മാറ്റും. ഇപ്പൊ കഴിവില്ല എന്ന് തോന്നുന്ന ആളുടെ അതാണ് ആ ക്യാരക്ടറിനെ കയറി ഉപയോഗിച്ച വേറെ രീതിയിലാക്കിയത്. അങ്ങനെ ഒരു തന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ട്രിക്കാണ് നിങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ ആർട്ടിസ്റ്റുകളെ ഞാൻ ഇങ്ങനെ വിടും, എന്ത് ഫ്രെയിമിനകത്താണ് ആ ഫ്രെയിമിൽ, പക്ഷെ അവരെ ഞാൻ എപ്പോഴും വിടും. അപ്പോൾ അതിനകത്ത് നമ്മൾ നിയന്ത്രിച്ചാൽ മതി. അപ്പോൾ എന്താ ഉണ്ടെന്നുള്ളത് എനിക്ക് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ അവരെ ഇങ്ങനെ ഒതുക്കി 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 നമ്മുടെ കയ്യിലാക്കി മാറ്റുക. പിന്നെ വേറെ സംഭവിച്ചാൽ ഇപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ ഊരി വിട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ വിട്ടിരിക്കുക. ഇനിയാണ് കളി വരാൻ പോണെങ്കിൽ നമ്മളതായിട്ട് ഇങ്ങനെ ഒരു നമ്മളങ്ങ് ആടി ഉല്ലസിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേ അവർ ഈ സീരിയൽ ഒരു 500-1000 എപ്പിസോഡ് കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇന്റർവ്യൂ എടുക്കാൻ വരും. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് ചേച്ചിക്ക് ശരിക്കും ഭയങ്കര ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട് പുറത്ത്. ചേച്ചിക്കും മോൾക്കും എല്ലാവർക്കും ഫാമിലി ബേസ് ചെയ്തിട്ടൊക്കെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. ചേച്ചി എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാനേജ്മെന്റ് ഒന്നുമില്ല. ഭയങ്കര എക്സ്പോഷർ കിട്ടണമെന്ന് വിചാരിച്ചൊന്നും ചെയ്യാറില്ല. പക്ഷെ പരമാവധി കള്ളം പറയാതിരിക്കും. ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞാൽ 10 പ്രാവശ്യം നമ്മൾ അതിനെ മറയ്ക്കാൻ ശ്രമിക്കണം. അതെ. അപ്പൊ കുറെയൊക്കെ ഞാൻ ഉള്ളതുള്ള പോലെ പറയും. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എല്ലാവരും ഞാൻ പിന്നെ കുറച്ച് നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറെ പേർക്ക് ഇഷ്ടമുണ്ട്. ഒരുപാട് പേര് ചീത്ത പറയാറുണ്ട്, ഒരുപാട് പേര് സ്നേഹിക്കാറുണ്ട്. ചേച്ചിയെ സ്നേഹിക്കാനാണ് കൂടുതൽ ആൾക്കാരും. ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ഹീറോ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, ആള് വേറെ ലാംഗ്വേജ് ആണല്ലോ.
പിന്നെ ഒരു ബാക്കിയുള്ളിടത്ത് വർക്ക് ചെയ്യുന്നതിലും ഇവിടെ വർക്ക് ചെയ്യുമ്പം ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യമാണ്. ഉമ്മച്ചേച്ചിയൊക്കെ മോനെ പോലെ വാ മോനെ എന്ന് പറഞ്ഞ അത് ഞാൻ സ്പെഷ്യലി ഞാൻ എല്ലാ സ്ഥലത്തും പൊതുവേ ഞാൻ കുറച്ച് അത് എവിടുന്നോ എനിക്ക് വന്നതാണ്. എങ്ങനെയെന്ന് എനിക്കറിയാം. കുറച്ച് വർഷങ്ങളായിട്ട് അമ്മ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഫാമിലി വർക്ക് ചെയ്യുമ്പോൾ ആ ഫാമിലിയിലുള്ളവരെ, അപ്പം നമ്മുടെ മക്കളാണെങ്കിൽ അവരെ നമ്മുടെ സ്വന്തം മക്കളും തെറ്റുകൾ ചെയ്യും, കുറ്റങ്ങൾ ചെയ്യും, പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവരെ നമ്മൾ കളയൊന്നുമില്ലല്ലോ, നമ്മളിങ്ങനെ ചേർത്ത് തട്ടി തൂത്തെടുക്കും. അപ്പോൾ അതേപോലെ എല്ലാ ഫാമിലി, ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാമിലി സബ്ജക്റ്റുകളാണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ ആ ഫാമിലിയിൽ എൻ്റെ മക്കളെ പോലെ ഞാൻ മനസ്സുകൊണ്ട് അവരുടെ അടുത്ത് അങ്ങനെ നിൽക്കും. ഇപ്പം ഇതിനകത്താണെങ്കിലും എനിക്ക് 4 മക്കളാണ്. അപ്പം ഞാൻ ഈ 4 ഇപ്പം എൻ്റെ അടുത്ത് സൂര്യ ടിവിയുടെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഷോയുടെ അടുത്ത് ചോദിച്ചു, പിന്നെ ഇതിലേറ്റവും ഇഷ്ടം ആരോടാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം ബാലമാഷിനോടാണ്. അതെ, ബിക്കോസ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് മാഷിനോടാണ് സ്നേഹം കൊണ്ടാണ് പുള്ളിക്ക്, എൻ്റെ സ്നേഹമാണ് പുള്ളിക്ക് ബുദ്ധിമുട്ടാവുന്നത്. സ്നേഹം കൂടുന്നതും പലപ്പോഴും ബുദ്ധിമുട്ടാവും. സ്നേഹം കൂടുതലാണ് പുള്ളിയുടെ ബുദ്ധിമുട്ട്. പക്ഷെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എൻ്റെ ഭർത്താവിനോടാണ് എനിക്കിഷ്ടം. അതുപോലെ മക്കളെ ഇഷ്ടമാണ്. ഇത് ഈ സ്നേഹം മുമ്പ് രാജുവേട്ടൻ പറഞ്ഞാൽ ഇതെല്ലാം കൂടുതലാകുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ വരും. ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ മക്കളെ പോലെ കാണുന്നത്. ഞാൻ ചിലപ്പോൾ തേജയുടെ അടുത്ത് തന്നെ, തേജ ആദ്യം വരുന്ന സമയത്ത് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടാണോ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, കുറച്ച് നമ്മളത്തൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ തേജയുടെ അടുത്ത് പോയിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ലാംഗ്വേജ് അറിയാം. അപ്പോൾ അവനോട് തമിഴ് അവന് നന്നായിട്ട് സംസാരിക്കാറ്, തെലുങ്ക് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, മോനെ നമ്മളൊക്കെ എല്ലാവരും ഒരു മാസത്തിൽ കുറേ ദിവസം ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അപ്പം മോനെ എല്ലാവരോടും സംസാരിക്കണം. മലയാളം അറിയില്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പം മക്കൾ സ്നേഹത്തോടെ നിന്നാൽ ഇതെല്ലാം അങ്ങ് സെറ്റായി പോയിക്കോളും. നമ്മളൊരു ഫാമിലി അങ്ങനെ കരുതുക എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഞങ്ങളോടൊപ്പം വരും, കളിക്കും, ചിരിക്കും, സംസാരിക്കും, ഭക്ഷണം കഴിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും എൻജോയ് ചെയ്യും. വഴക്ക് പറഞ്ഞാൽ അത് കേൾക്കും. സ്വന്തം മോനെ പോലെ അവനൊരു അറ്റാച്ച്മെന്റും കൂടെ ഫീൽ ചെയ്യുമല്ലോ. അതിപ്പോ ഇളയ മോൾക്കാണെങ്കിലും പേഴ്സണലി അവള് ചെയ്യുന്ന ചില കുറ്റങ്ങൾ എൻ്റെ മോളെ വഴക്ക് പറയുന്ന പോലെ ഞാൻ വഴക്ക് പറയും. ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ടിട്ടാട്ടോ. മനസ്സിലാവും. ഞാൻ ചേച്ചിയുടെ മറ്റേ ഇപ്പൊ ലാസ്റ്റ് വന്നൊരു വീഡിയോയിലാണെങ്കിൽ പോലും ഡെന്നിസ് ചേട്ടനെ പോലെ പറയുന്നത് അതാണ് എൻ്റെ ഡെന്നിസ്, എൻ്റെ ഡെന്നിസ് എന്നാ പറയുന്നത്. ചേച്ചി അങ്ങനെ ഒരു വേറെ രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ മോളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. ചേച്ചി എല്ലാം ചേച്ചിയുടെ സ്വന്തം മക്കളെ പോലെ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഇത്രയും സമയം എൻ്റെ കൂടെ, ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്ന് തോന്നുന്നു. ചോദിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ചോദ്യമുണ്ട്, ഇഷ്ടം പോലെ. കുട്ടി പറഞ്ഞ പോലെ 1000 എപ്പിസോഡ് ഇന്റർവ്യൂ ചെയ്യാൻ വരാൻ സാധിക്കട്ടെ. ഞാൻ സാറിന്റെ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റിന്റെ പേരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിക ചേച്ചിയുടെയും പ്രവീണയും എല്ലാവരും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്, എങ്ങനെയെങ്കിലും പോകാൻ ഇങ്ങനെ നിൽക്കാതെ. സോ ഡെഫിനറ്റ്ലി ഞാൻ ഈ ഒരു സീരിയൽ ഒരു 1000 എപ്പിസോഡ് കഴിയുന്ന ഒരു സ്ഥലത്ത് ഞാൻ വരും, ഉറപ്പായിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വരും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, എനിവേസ് താങ്ക്സ് ഫോർ ജോയിനിങ്. ഗംഭീര ഒരു സീരിയലായി മാറട്ടെ.